മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സാധാരണമായ ഭക്ഷണ രീതിയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കേരളത്തിൽ തനി നാടനായിട്ടുള്ളൊരു ഭക്ഷണ സംസ്കാരമാണ് നമ്മളുടെയൊക്കെ വീടുകളിൽ. കാര്യം രാവിലെ പ്രാതലിന് എന്തൊക്കെയാണെന്നൊരു ചിട്ടവട്ടം ഉണ്ട്. ഏതായാലും എല്ലാ വീടുകളിലും ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും. കാര്യം ഇഡ്ഡലി, ദോശ, പുട്ട്, പിന്നെന്താ അപ്പം, ഇടിയപ്പം, ഇങ്ങനെയുള്ള സ്ഥിരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കാര്യത്തിലും കറികളുടെ കാര്യത്തിലും ഒക്കെ നമുക്കൊരു സ്ഥിരമായ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിക്കാനുണ്ടാകും. അതിൻ്റെ കൂടെ തൊട്ട് കറി പോലെ ഒന്നോ രണ്ടോ, പല വീടുകളിലും പല രീതിയായിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 കറിയുള്ള വീടുണ്ടാവാം, 1 കറിയുള്ള വീടുണ്ടാകാം, പിന്നെ ഒരു അച്ചാറ്, പിന്നെ മീൻ കഴിക്കുന്നവർക്കാണെങ്കിൽ മീൻ, പിന്നെന്താ തൈരോ പപ്പടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു ഒഴിച്ചുകറി പ്രധാനമാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണയായിട്ട് പരിപ്പ് കാണും, ഒന്നുകിൽ പരിപ്പ് അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി, അതല്ലെങ്കിൽ ഒരു സാമ്പാറൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പ്രധാന ഐറ്റമാണ്, ഒരു മെയിൻ കാര്യം. സാമ്പാറിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പച്ചക്കറികളും പിന്നെന്താ പ്രോട്ടീനിന് ആവശ്യമുള്ള ധാന്യവും ഒക്കെ ചേർന്ന് വരുന്നതാണ്. നല്ല സ്പൈസിയാണ്. അപ്പോൾ അതിന് കഷ്ണങ്ങളുണ്ട്, അതിനോടൊപ്പം ഒരുപാട് അത് ഭയങ്കര ന്യൂട്രിറ്റീവാണ്. അത് ശരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് സാമ്പാറും കൂട്ടിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും വേറെ കറികൾ തന്നെ വേണമെന്നില്ല. അപ്പോൾ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ ഒരു തോരനോ അവിയലോ ഒരു കിച്ചടിയോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒരു മെഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ഥിരം ഒരു ഭക്ഷണ രീതിയാണ്. വൈകുന്നേരം ചായക്കൊരു കടി, പിന്നെ രാത്രി ചിലപ്പോൾ കഞ്ഞിയും ഒരു പയറുമാകാം, അതല്ലെങ്കിൽ ചപ്പാത്തിയും കറിയാകാം, അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത്ര എന്തിനാണ് ഞാൻ പറഞ്ഞത് ഒരു ആമുഖമായിട്ട്. അപ്പോൾ നമ്മളിന്നൊരു സാധാരണ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ തോന്നും സാമ്പാർ, പലതരം സാമ്പാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന സാമ്പാറല്ല പാലക്കാട് സൈഡിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട് അവിടെയൊക്കെ വേറൊരു രീതി, ട്രിവാൻഡ്രം സൈഡിൽ മറ്റൊരു രീതി, ഇങ്ങനെയൊക്കെ മാറ്റങ്ങളോട് കൂടിയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഈ പറയുന്ന സാമ്പാറുകളൊന്നുമല്ല ചെയ്യുന്നത്, വ്യത്യസ്തമായൊരു സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മാജിക് അവനിലൂടെ കാണാൻ പോകുന്നത് ഒരു ചിക്കൻ സാമ്പാറാണ്. അപ്പോൾ കുറച്ച് നോൺ വെജിറ്റേറിയനും കൂടെ ചേർന്നൊരു സാമ്പാർ വന്നാൽ എങ്ങനെയുണ്ടാവും? വേറെ കറികൾ എന്തെങ്കിലും വേണോ? വേണ്ട. തൊട്ട് കഴിക്കാനും എല്ലാത്തിനും കൂടെ മാത്രമായിട്ട് ഒരു കറി. അപ്പോൾ ഇതൊരു കറിയുമാണ്, അതേസമയം അതിനകത്ത് കുറച്ച് കഷ്ണങ്ങളുണ്ട്, അതൊക്കെ കൂട്ടി നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, സാമ്പാർ നമ്മൾ വേറെ എന്തിനൊക്കെയാണ് കഴിക്കുന്നത്? ഇഡ്ഡലിക്ക് കഴിക്കും, ദോശയ്ക്ക് കഴിക്കും, നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ ഈ പറയുന്ന ചിക്കൻ സാമ്പാർ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി, ഒരു വലിയ കോഴിയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, സാമ്പാർ പരിപ്പ് 3/4 കപ്പ്, ചെറിയ ഉള്ളി 15 എണ്ണം, സവാള 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 2 വലുത് ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, തൊണ്ടൻ മുളക് വലുതാണെങ്കിൽ 4 എണ്ണം, ചെറുതാണെങ്കിൽ 6 7, ക്യാരറ്റ് 1 വലുത് അല്ലെങ്കിൽ 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഉരുളക്കിഴങ്ങ് 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ഇനി മറ്റു ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പൊടിക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: ഉലുവ 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, കുരുമുളക് മുഴുവനെ 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 5, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി നല്ല സ്വാദിഷ്ടമായ ഒരു ചിക്കൻ സാമ്പാർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കുക്കർ ഇവിടെ റെഡിയാണ്. ഇത് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ചിക്കൻ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇതിനും വേണം. ഒന്ന്, സാമ്പാർ പരിപ്പ്, അത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇതൊരു 3/4 കപ്പ് അളന്നെടുക്കുക. അത് ആദ്യം കുക്കറിലേക്ക് മാറ്റാം. ഇനി എന്താ വേണ്ടേ? അതിനോടൊപ്പം ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഒരു 15 20 എത്ര ഇട്ടാലും സ്വാദ് തന്നെയാണ് അല്ലേ. 15 മുതൽ 20 വരെ ആകാം. പിന്നെ സവാള 2 ഇടത്തരം സവാള ചതുര കഷ്ണങ്ങളായി മുറിച്ച്. ചിക്കൻ്റെ കഷ്ണങ്ങൾ, ഇതൊരു വലിയ കോഴി, ഒരു 1.5 കിലോയ്ക്ക് മേളിലുള്ള കോഴിയാണെങ്കിലും അതിനെ 2ആയിട്ട് ഭാഗിച്ച് ഒരു പകുതി എടുക്കുക. അപ്പോൾ ഒരു ഫുൾ കോഴി വേണ്ട. ഒരു കോഴി മേടിച്ചാൽ നമുക്ക് 2 ദിവസം സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു കോഴിയുടെ പകുതി വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ ഏകദേശം ഒരു 25 പീസോളം വരും. കാര്യം നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് മതി. വലിയ പീസസായിട്ട് മുറിക്കുക. അത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക, അതിൻ്റെ നിറം മാറാതിരിക്കാൻ. ഇനി ഇഞ്ചി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. വെളുത്തുള്ളി ചതച്ചതും ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ആകാം. അപ്പോൾ ഒരു 6-7 അല്ലി, വലിയ അല്ലി ആണെങ്കിൽ വെളുത്തുള്ളി ചതച്ചെടുക്കുക. ഇഞ്ചി ആണെങ്കിൽ വലിയൊരു കഷ്ണം. പിന്നെന്താ വേണ്ട? ഉപ്പ് ആവശ്യത്തിനുള്ള, ഈ ചിക്കനിലും എല്ലാം പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പൊക്കെ നമുക്കിനി ഏത് സ്റ്റേജിലും ചേർക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇച്ചിരി ഉപ്പ് ചേർക്കുക, പിന്നെ ബാക്കി ചേർക്കുക. പിന്നെ വേണ്ട എന്താ? മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ തൊണ്ടൻ മുളക് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയാം. ഇവിടെ മിക്കവാറും എല്ലാവരും തന്നെ സാമ്പാറിൽ ഇടുന്ന ഒരു മുളകാണ്. സാമ്പാർ മുളകെന്നും പറയും, തൊണ്ടൻ മുളക്. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെറുതാണ്. അത് കാരണം സൈസ് ചെറുതായതുകൊണ്ട് എണ്ണത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 6 എണ്ണം ഉണ്ട്. 6-7 ഇടാം. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും. 4 എണ്ണം 2 ഇങ്ങനെ ചെറുതായിട്ട് പിളർന്ന് ഇടുക. ഇനി എന്താ വേണ്ട? ഇനി നമുക്ക് വെള്ളം, ഏതാണ്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരിളക്കൽ നമ്മൾ ഇളക്കി കഴിഞ്ഞു. കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു, അല്പം നേരം വെയിറ്റ് ചെയ്തു, തുറന്നു നോക്കി. അപ്പോൾ ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനിയാണ് അതെല്ലാം ചേർക്കേണ്ടത്. അതായത് ടൊമാറ്റോ, 2 വലിയ ടൊമാറ്റോ വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചതും, ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം. ഇനി മല്ലിപ്പൊടി ഒരു 1.25 ടേബിൾ സ്പൂൺ വരെ ആകാം. മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, അത് 1.5 ടേബിൾ സ്പൂൺ. 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു, ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ കുക്കർ ഒന്ന് അടയ്ക്കുന്നു. ഇനി ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത്, ക്യാരറ്റ് വേകണം, ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് വേഗം, എല്ലാം ഒന്നുകൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ പാകാം. അപ്പോൾ ഒരു വിസിലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുപ്പ് കത്തിക്കുന്നു. സെക്കൻഡ് വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക, അതിനൊരു സ്വാദ് കൊടുക്കും. നമ്മുടെ ചിക്കൻ സാമ്പാർ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതിന് വേണ്ട കാര്യം, ഇതിലിപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് പെരുംജീരകം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ, ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചാണ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെന്താ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് എണ്ണ ഇല്ലാണ്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ആ കാര്യം ചെയ്തിട്ട് വരാം. അപ്പം ഇതാണ് നമ്മളുടെ മാജിക് പൊടിയാണിത്. ഇത് നമ്മളുടെ ചിക്കൻ സാമ്പാറിൻ്റെ മാജിക്കാണ്. ഇതെന്തായാലും അടച്ചു വയ്ക്കാം. ഇത് തുറന്നു വെച്ചാൽ അതിൻ്റെ മണം പോവില്ല. അപ്പോൾ ലാസ്റ്റ് ചേർക്കേണ്ട കാര്യമാണ് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ രണ്ടാമതും കുക്കർ അടച്ച് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ദേ തുറന്നു നോക്കി, എല്ലാം ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്ത് എത്ര സമയം എടുത്തു? 2 വിസിൽ, 2 പ്രാവശ്യമായിട്ട് ഓരോ വിസിൽ, ടോട്ടൽ 2 വിസിൽസ്. അപ്പം നമ്മുടെ ചിക്കൻ സാമ്പാർ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ടല്ലോ, എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറുണ്ട്, നല്ല മണം. പക്ഷേ ഈ മണമൊന്നും പോരാ കേട്ടോ. സാമ്പാറിൻ്റെ മണം കുറച്ചുകൂടി, പ്രത്യേകിച്ച് ഒരു സാധാരണ സാമ്പാറല്ലല്ലോ, ഇതൊരു ചിക്കൻ സാമ്പാറല്ലേ, അതിനൊരു മണം വേറെ അല്ലേ. അപ്പോൾ ഇനി ഇതിലൊരു ചെറിയൊരു കാര്യമുണ്ട്. നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇച്ചിരി മല്ലിയില ആദ്യം കുറച്ചിടാം. ഒരിളക്കി വെക്കാം. ഇനിയാണ് ഇതിൻ്റെ
ആ മാജിക് മസാല ഞാൻ ഇടാൻ പോകുന്നത്. അതിവിടെ റെഡിയാണ്. ഇനി അതും കൂടി ഇടണം. പക്ഷേ അത് ഇങ്ങനെ ഡയറക്റ്റായിട്ടല്ല ഞാൻ ഇടുന്നത്. അതിനൊരു മെത്തേഡുണ്ട്. അതെങ്ങനെയാണ്? അത് നമുക്ക് ഇത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം സാമ്പാറിനെ. എന്നിട്ട് ഇവിടെ ഒരു താളിക്കൽ നടത്താൻ പോവാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക് 2, 3, 4 എത്ര വേണം നമുക്ക് ഇഷ്ടാനുസരണം പൊട്ടിച്ചിടാം. കടുക് പൊട്ടി തുടങ്ങി. തീ ഒരല്പം കുറയ്ക്കാം. ആവശ്യാനുസരണം വറ്റൽമുളക്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മാജിക് പൗഡർ, ഇതാണ് നമ്മളുടെ ചിക്കൻ സാമ്പാറിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി തീ ഓഫ് ചെയ്യാം. കറി നല്ല ചൂടായി കിടക്കുകയാണ്. കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതാ മണം. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മുടെ കോഴി സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അങ്ങനെ ചിക്കൻ സാമ്പാറിൻ്റെ മാജിക് പൗഡർ ചേർത്ത് കഴിഞ്ഞു. ഇനി അതിനകത്ത് പറ്റിയിരിക്കുന്നതെല്ലാം ഇതിലേക്ക്. ഇനി ഒരു മസാലയും ബാക്കി വെച്ചിട്ടില്ല, കംപ്ലീറ്റ് ചേർക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ലാസ്റ്റ് ബാക്കി കുറച്ചിരിക്കുന്ന 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞതുണ്ടായിരുന്നു, അത് മുഴുവൻ നമ്മൾ ഇടുന്നു. അത് സ്വാദാണ്, അത്ര ഇടുന്നത് തന്നെയാണ് നല്ലത്. വേണമെങ്കിൽ ഫ്രഷ് കറിവേപ്പിലയും കൂടി എക്സ്ട്രാ ഇടാം. 1-2 തണ്ട് എല്ലാം ഇരിക്കട്ടെ, ഒക്കെ നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നല്ല മണവും രുചിയുമുള്ള നമ്മുടെ ചിക്കൻ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളുടെ സാധാരണ പതിവുകൾക്ക് വിപരീതമായിട്ട് നമ്മളൊരു നോൺ വെജിറ്റേറിയൻ സാമ്പാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നോൺ വെജ് കഴിക്കുന്നവർ മാത്രം. വെജിറ്റേറിയൻസ് പഴയ സാമ്പാർ തന്നെ ഉണ്ടാക്കിയാൽ മതി. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ലല്ലോ, കാര്യം അവർക്ക് എന്തായാലും ഇറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പെരിമെൻ്റ് ആകാം. അപ്പോൾ പരീക്ഷിക്കുക, കഴിച്ചു നോക്കുക, ഇഷ്ടപ്പെടും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്, പ്യുവർ വെജ്. ഇതൊരു സ്നാക്കാണെന്ന് പറയാം. കാര്യം ഇതൊരു പൂരി പോലെയാണ്, അല്ലെങ്കിൽ ഒരു പൂരിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കഴിക്കാൻ പറ്റിയൊരു കാര്യം. ഇതൊരു ബനാന പൂരി, പഴം ചേർത്തുണ്ടാക്കുന്ന ഒരു പൂരി. വ്യത്യസ്തമായൊരു വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് 2.5 കപ്പ്, റോബസ്റ്റ പഴം 2 ചെറുത് അല്ലെങ്കിൽ 1 വലുത്, പഞ്ചസാര 4-5 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ വറുക്കാൻ ആവശ്യമുള്ളതും അത് കൂടാണ്ട് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്ലെൻഡറിലേക്ക് റോബസ്റ്റ പഴം കുറച്ചിടാം. ഇതല്പം ചെറുതായതുകൊണ്ട് കുറച്ചുകൂടി വേണം. അതുകൊണ്ട് ഒരു പഴം കൂടി എടുത്തിട്ട് അതിനകത്തുനിന്നും കൂടി കുറച്ച് ചേർക്കാം. അപ്പം നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്, നന്നായി പഴുത്ത റോബസ്റ്റ. അപ്പം ഈ ടൈപ്പ് പഴമാണെങ്കിൽ ഒരു 1.5 വരെ എടുക്കാം. അതിനോടൊപ്പം ഇത് ഏകദേശം 1/4 കപ്പോളം തൈരുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് അളവിനനുസരിച്ചിട്ട് 2, 3 എത്ര മധുരം വേണം അതനുസരിച്ച്. എന്നിട്ട്
ആവശ്യത്തിന് അത് ബ്ലെൻഡ് ആയി കഴിഞ്ഞു. ഒരു എന്താ പറയുക, കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാമോ, നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് റോബസ്റ്റ പഴവും തൈരും പഞ്ചസാരയും കൂടെ ചേർന്ന മിശ്രിതം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോകുന്നു. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് നല്ലതായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇത് അളന്ന് വെച്ചതാണ്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. കാര്യം മധുരമുള്ള കാര്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് വേണം. അപ്പം മധുരവും കൂടി ചേർന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി നമ്മളിതിലേക്ക് ഒന്നുകിൽ മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. ഇപ്പം ഞാനിത് ഗോതമ്പ് മാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2.5 കപ്പ് ഗോതമ്പ് മാവ് അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യാനുസരണം ചേർക്കുക. ഇനി ഇത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പോൾ നമുക്കറിയാലോ, പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഏകദേശം 2.5 കപ്സ് മതിയാകും. ഏകദേശം നമുക്ക് നോക്കാം. ഇനി കട്ടി കൂടിപ്പോയി, മാവ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം തോന്നിയാൽ അല്പം വെള്ളം കൂടി ചേർക്കണം. എന്തായാലും ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓവർ ടൈറ്റായിട്ട് തോന്നിയാൽ അല്പം വെള്ളം കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ആകാം. അപ്പം നിങ്ങൾ നോക്കുക എത്ര മാവ് വേണം. 2.25 മുതൽ 2.5 കപ്പ് വരെ വേണ്ടി വരും. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ ഇച്ചിരി മാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മാവ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താലും മതിയാകും, കുഴപ്പം. ഇനി ഇതാണ് നമ്മൾ 6 മണിക്കൂറെങ്കിലും 5 മുതൽ 6 മണിക്കൂർ സമയം മാറ്റി വയ്ക്കണം. കണ്ടല്ലോ. ഇനി ഇത് അടച്ചങ്ങ് മാറ്റി. ഇത് ഞാൻ പിന്നെ ഉണ്ടാക്കി എടുത്തോളാം. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒരു 6 മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ച മാവുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. അത് പക്ഷേ മൈദാ മാവിലാണ് ഞാൻ കുഴച്ച് വെച്ചത്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ കാണണ്ടേ. ഇപ്പം ഗോതമ്പ് മാവിലാണെങ്കിൽ കുഴയ്ക്കാൻ കുറച്ചുകൂടെ ഈസിയാണ് മൈദയെക്കാട്ടിലും, എങ്കിലും കുഴപ്പമില്ല, രണ്ട് ഏതാണ്ട് ഒരുപോലെ. ഇനി രുചി വ്യത്യാസം എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഞാൻ ഈ ഗോതമ്പ് മാവിലും തയ്യാറാക്കി കഴിച്ച് നോക്കിയിരുന്നു, നല്ല സ്വാദാണ്. ഇനി മൈദ മാവിൽ നമ്മൾ ഇന്നിപ്പോൾ കുഴച്ചത് പരത്തി ഉണ്ടാക്കി കഴിച്ചു നോക്കാം. അപ്പം നമ്മൾ രംഗം സജ്ജീകരിച്ച് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നോക്കൂ. നമ്മുടെ മാവ് ഇത് മൈദയിൽ ഞാൻ കുഴച്ച് വെച്ചതാണ്. 6 മണിക്കൂറിൽ കൂടുതൽ സമയമായിട്ടുണ്ട്, ഏതാണ്ട് 8 മണിക്കൂറായി എന്ന് പറയാം. എണ്ണ ചൂടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. റിഫൈൻഡ് ഓയിലാണ്. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ്. പിന്നെ കല്ലുണ്ട് റോൾ ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിന്നും ഉരുളകൾ ഉരുട്ടി, ചെറിയ ഉരുള സാധാരണ പൂരിക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ഉരുള ഉരുട്ടുക. നമുക്ക് 2-3 ഉരുള ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇച്ചിരി മാവ് തടവി തന്നെ നമ്മൾ പരത്തും. ഒരുപാട് ഘനം കുറയണ്ട, എന്നാൽ അത്യാവശ്യം കുറച്ച് കട്ടിയോടുകൂടി, ഒരുപാടല്ല, ഒരു പൂരിയുടെ ഘനം ആ രീതിയിൽ തന്നെ പരത്തണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ഉരുളകൾ ഉരുട്ടി വയ്ക്കാം, അതാണ് എളുപ്പം, നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഞാനിപ്പോൾ 2 പൂരി പരത്തി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം കുറേ ഉരുട്ടി വെച്ചിരിക്കുവാണ്. എന്തായാലും ആദ്യത്തെ പൂരി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. എണ്ണ കോരി കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് കൊമളിച്ച് വരും. ഒരുപാട് ഫ്ലെയിം ഒത്തിരി ചൂടായി കിടക്കുകയാണെങ്കിൽ
പെട്ടെന്ന് കരിയും, അകത്തോട്ടൊന്നും വേവില്ല. പക്ഷേ നമ്മളൊരു പൂരിയുടെ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ മൊത്തത്തിൽ, ആ ഒരു പ്രശ്നം വരണില്ല. അതേസമയം തീ കുറഞ്ഞു പോയാൽ എണ്ണ കുടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും. ഇതിപ്പോൾ നല്ല കരുകരുപ്പായിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പിയാണ്, ആകെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പൂരി, കണ്ടില്ലേ? ഇനി നമ്മൾ രണ്ടാമത്തേത്. അപ്പോൾ കഴിയുന്നിടത്തോളം ഒരുപാട് വണ്ണം വേണ്ട, എന്നാൽ ഒരുപാട് പപ്പടം പോലെ തിന്നാവും വേണ്ട, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ കുറച്ച് കരുകരുപ്പുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. അപ്പോൾ അടുത്ത ആളും റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ പരത്തി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഞാൻ ബാക്കി ഒരു 3-4 കൂടെ പരത്തിയിട്ട് വീണ്ടും കുറച്ച് വറുക്കും. അങ്ങനെ നമ്മളുടെ ബനാന പൂരീസിൻ്റെ ലാസ്റ്റ് പൂരിയും റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇത്ര നേരം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം പരത്തി ഇതെല്ലാം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര എണ്ണം ആയി നോക്കൂ. എണ്ണം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ അളവിൽ നിന്നും നമുക്ക് എത്ര പൂരി കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞു, ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിത് ചൂട് കഴിഞ്ഞു, ഇത് തണുത്തല്ലോ. ഇതിങ്ങനെ തുറക്കുമ്പോൾ അകം നല്ല ഹോളോ ആണ്, കണ്ടില്ലേ? ഉള്ളിലൊക്കെ ഒരു ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രെഡോ ബണ്ണിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറായിട്ട് വരും. നല്ല സ്വാദാണ്. പിന്നെ എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മധുരം ചേർത്ത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ കറക്റ്റാണ്. പിന്നെ പഴം ഒരു 2 പഴത്തിൽ തന്നെ ചെയ്യുന്ന ഒരു 2 മീഡിയം സൈസ് ചെറിയ പഴത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 1/4 കപ്പ് തൈരും ചേർക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബനാന പൂരി എന്ന് പറഞ്ഞതിന് ഇത് മാംഗ്ലൂർ സൈഡിലൊക്കെ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ബണ്ണാണ്, മാംഗ്ലൂർ ബൺസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർ ജീരകം ചേർക്കും, പിന്നെന്താ അവർ ഇത്രയും മധുരമൊന്നും ചേർക്കില്ല, കുറച്ച് മധുരമാണ് ചേർക്കുന്നത്. കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് ഈ ബണ്ണിൻ്റെ ഒരു ടെക്സ്ചറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് തന്നെ, മാംഗ്ലൂർ ബൺസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിതിപ്പോൾ ഒരു പൂരി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നു. ഇതൊരു പഴം പൂരി അല്ലെങ്കിൽ ബനാന പൂരി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇത് മൈദയിൽ ചെയ്താലും നല്ല സ്വാദാണ്, ഗോതമ്പ് മാവ് ചെയ്താലും നല്ല സ്വാദാണ്. ഗോതമ്പ് മാവാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, പരത്താനും കുഴയ്ക്കാനും. ഇത് കുറച്ചുകൂടി പാടായിരിക്കും പരത്തുന്നത്, പക്ഷെ അങ്ങനെ ഒരു വലിയ പാടായിട്ട് തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ മൈദ പരത്തി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഘനം കുറയ്ക്കരുത്, കുറച്ച് പൂരിയുടെ പോലെയുള്ള അത്രയും കട്ടി വേണം. വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയായാലും കുഴപ്പമില്ല, പൂരിയെക്കാട്ടിലും ഒരല്പം കൂടെ. ആ രീതിയിൽ ഇങ്ങനെ പൊള്ളിച്ചെടുത്ത് നല്ല ബബിൾ ചെയ്ത് വരുന്നത് നല്ല കരുകരുപ്പാണ്, കണ്ടില്ലേ? ഇച്ചിരി ഒന്ന് തണുത്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കരുകരുപ്പുണ്ടാകും, കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാം, കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ